AKG സെന്റർ ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ സുഹൈൽ ഷാജഹാന്റെ ജാമ്യാപേക്ഷ തള്ളി കോടതി. കുറ്റപത്രം നൽകിയെന്ന ആനുകൂല്യം പ്രതിക്ക് നൽകാനാകില്ലെന്ന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു. ഗൂഢാലോചനയിൽ അന്വേഷണം നടക്കുന്നതിനാൽ ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ ആവശ്യം പരിഗണിച്ചാണ് അപേക്ഷ തള്ളിയത്. AKG സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതി യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെ 2 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിക്ക് ശേഷം കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരനായ സുഹൈലിന്റെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കുറ്റപത്രം സമർപ്പിച്ചതിനാൽ ജാമ്യം നൽകണമെന്നായിരുന്നു അപേക്ഷ. ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം തുടരുന്നതിനാൽ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. അക്രമം നടത്താൻ നിർദ്ദേശം നൽകിയ ശേഷം 2 വർഷം വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞയാളാണ് പ്രതിയെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കുറ്റപത്രം സമർപ്പിച്ചു എന്ന ആനുകൂല്യം സുഹൈൽ ഷാജഹാന് നൽകാൻ ആവില്ലെന്നും അത് തെറ്റായ സന്ദേശം നൽകുമെന്നും ജാമ്യാപേക്ഷ തള്ളിയുള്ള വിധിയിൽ കോടതി പറഞ്ഞു. 2 ദിവസം കസ്റ്റഡിയിലായിരുന്ന പ്രതിയെ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലുമായി സുഹൈൽ പൂർണ്ണമായും സഹകരിച്ചില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. പാസ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഹാജരാക്കിയില്ല. കേസിൽ സുഹൈലിന്റെ സഹായി സുധീഷിനെയാണ് ഇനി പിടികൂടാനുള്ളത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.